അസ്സലാമലൈക്കും ഐസുമോളെ ഹായ് ഒക്കെ ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഐസുമോളിന്ന് യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മോളെ എണീച്ചുകൊണ്ട് മോളും കൂടെ കൂട്ടിയതാണ്. അപ്പോൾ ആളുടേതായ ഒരു സോഷ്യലായിട്ടുള്ള കളിക്കലും അവളുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം ആള് എന്ന് വെച്ചാൽ അതായത് ബിഗിനിങ് സ്റ്റേജിലുണ്ടായ സമയത്ത് ആൾ നല്ല കുറച്ച് ഉഷാറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആ ടൈമിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആൾ കുറച്ച് വലിയ ആക്റ്റീവും കാര്യങ്ങളല്ലേ. ഇപ്പം ആലോചിക്കുമ്പോൾ മാഷാഅല്ലാ നല്ല നല്ല പിന്നെ ഉഷാറുണ്ടായിരുന്നു. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇവളെ ബ്രെയിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ മൈൽ സ്റ്റോൺസ് ഇവൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾ ബാക്ക് തന്നെയാണ്, ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇവൾ ചെയ്യുന്നില്ല. അപ്പോൾ 6 മാസത്തിന് കുറേ പിക്ചേഴ്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 മാസത്തിലാകുന്ന സമയത്തും ഇവൾക്ക് ത്രൂ ഔട്ട് ബൈലാറ്ററൽ ഫുഡ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 9 മാസമാകുന്ന സമയത്താണ് കുട്ടിക്ക് ഒരു നെട്ടിപ്പ് കണക്ക് ഒരു എന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതിന് മുമ്പ് ഞാൻ പിന്നെ പറഞ്ഞില്ല പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് അപ്പോൾ സാറായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ആ സമയത്താണ് ഓൾറെഡി ആ 9 മാസം എന്ന് പറയുന്നത് ഇവൾക്ക് 4 മാസം ഉണ്ടാകുന്ന സമയത്താണ് കോവിഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിന് ശേഷം 2 മാസം ഒന്നും ഉണ്ടായില്ല, എല്ലാം ക്ലോസ് ആയി. ഇപ്പോൾ 6 മന്ത് എല്ലാം കഴിഞ്ഞ് 7-8 മന്ത് എല്ലാം ആകുമ്പോൾ സാറ് പറഞ്ഞു ഇനി കൂടുതൽ ഹോം ടു ആയിട്ട് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ ഹോം ടു ഹോം ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ സാറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് പിന്നെ മോളെ ഫിസിയോതെറാപ്പി എടുക്കാൻ വരുന്നു. ഈ 9 മന്ത് എത്തിയപ്പോൾ മോളെ കാണിക്കാൻ എന്തോ ആവശ്യത്തിന് എന്തോ പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇവിടെ കാണിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയി ആ പനി ഒരു 102 ഡിഗ്രി വരെ പോയിട്ടുണ്ടായിരുന്നു. ആ 102 ഡിഗ്രി വരെ പോയി കുറച്ച് കഴിയുമ്പോൾ കുട്ടി പിന്നെ നെട്ടിപ്പ്. അപ്പം അതിന് മുമ്പ് തന്നെ ഈ സാറ് പറയുന്നുണ്ടായിരുന്നു ഇതുപോലത്തെ കുട്ടികൾക്ക് കൂടുതലും പിന്നെ എന്താ വരുന്നുണ്ട് പിന്നെ സീഷർ, അതായത് അപസ്മാരം വരുത്തുന്നുണ്ട്, നിങ്ങളെ കുട്ടിക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ കുട്ടിക്കില്ല. അത് ആ 9 മന്ത് വരെ ആൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തത് ഈ സീഷർ ഇല്ലാത്തത് കൊണ്ടാണ്. സീഷർ അതായത് ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ആളെ തലൻ്റെ ഉള്ളിൽ ആ സീഷറിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വിവരവും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ സിംറ്റംസ് കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു നെട്ടിപ്പാണ്. ഈ സീഷേഴ്സ് തന്നെ 100 ടൈപ്പ് ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് ഞാൻ കേട്ടത്. അപ്പോൾ ഈ സീഷർ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇത് സീഷർ തന്നെ ഞാൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത്. കാരണം ഞാൻ എന്തോ എനിക്കറിയില്ല ഇതുപോലത്തെ ഒരുപാട് എനിക്ക് എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ ഫിസിയോതെറാപ്പിൻ്റെ ക്ലിനിക്കിൽ പോകുന്ന സമയത്ത് കുറേ അമ്മമാരെ പരിചയപ്പെടും, സംസാരിക്കും. എനിക്ക് ആ കുട്ടികളെപ്പം സംസാരിച്ചിന്, എപ്പോൾ ഇരുന്നിന്, എപ്പം ചിലപ്പോൾ 12, 14, 15 വയസ്സിലെ കുട്ടികൾ അമ്മമാരോട് ഈ ചോദിക്കൽ. കാരണം ആ 15 വർഷം മുമ്പിലൊരു അമ്മയോട് ചോദിക്കുമ്പോൾ അവർക്ക് ഓർമ്മ കിട്ടണമെന്നില്ല. അപ്പം നടന്നിട്ടെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവിനാണ്. അപ്പം എൻ്റെ കുട്ടി നടക്കോ ഇല്ലയോ, ചില എൻ്റെ മോളെക്കാട്ടി ക്രിട്ടിക്കലായിട്ടുള്ള കുട്ടികളെ പോലും ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ എനിക്കൊരു ഹോപ്പ്, എപ്പോഴും ഒരു ഹോപ്പാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ 9 മാസത്തിൽ സീഷർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈ സീഷറും കൊണ്ട് നമ്മൾ ഓടാൻ തുടങ്ങി, ഒരു രക്ഷയില്ല. പക്ഷെ ആ സമയത്ത് ഈ ഫിസിയോതെറാപ്പി ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനൊരു ഡോക്ടറുണ്ട്. ആ സമയത്ത് നമ്മൾ മംഗലാപുരം ക്ലോസ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാത്തിനും പിന്നീട് ആശ്രയിച്ച കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് പിന്നെ ഒരു എപ്പിലെപ്സി സെൻറ്റർ ഉണ്ട്, ശ്രീകുമാർ ഡോക്ടറെ. അപ്പോൾ അവിടെ പോകാൻ തുടങ്ങി. മോളെ EEG ടെസ്റ്റ് എടുത്ത് പിന്നെ പറയണ്ടല്ല, സ്വാഭാവികമായിട്ട് പ്രൈവറ്റിൽ പോകുമ്പോൾ അതിൻ്റെതായ ആവശ്യങ്ങൾ എല്ലാ ടെസ്റ്റും ചെയ്തേ പറ്റൂ. അപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് മൈക്രോസോം അനാലിസിസും കാര്യങ്ങളെല്ലാം ചെയ്ത് സാറ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പിന്നെ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൺട്രോൾ ആവുന്നേ ഇല്ല, ഒട്ടും കൺട്രോൾ ആവുന്നില്ല. പിന്നെയും കോഴിക്കോടേക്ക് പോകുന്നു. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരു 6 മണിക്ക് വിട്ടാൽ 9 മണിയാകുമ്പോൾ ഒരു 3 വെച്ചാൽ ഒരാൾ ഡ്രൈവിങ് അനുസരിച്ച് എങ്ങനെ പോയാലും 4 മണിക്കൂർ ഉണ്ട്
4-4.5 മണിക്കൂറുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് സ്കിൽ അനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ട് അരമണിക്കൂറെല്ലാം വ്യത്യാസം വന്നാൽ ആയിരുന്നെങ്കിൽ. അപ്പോൾ ഈ മോളെ കാണിച്ചിട്ട് ആ മോക്ക് കുറയുന്നില്ല. അങ്ങനെ സ്റ്റിറോയിഡ്സ് കൊടുക്കാൻ തുടങ്ങി. സ്റ്റിറോയിഡ്സ് ഈ കുറച്ച് വെച്ചാൽ സീഷറിന് കുറച്ച് കൺട്രോൾ ചെയ്യാൻ ഏകദേശം ഒരു 1.5 വയസ്സ് വരെ അവൻ്റെ മോക്ക് ഒരു 6 മാസത്തിനുള്ളിൽ അവൻ്റെ സ്റ്റിറോയിഡ് ഒമ്നാക്കോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 മാസം തന്നെയാന്ന് തോന്നുന്നു. ഈ ഒമ്നാക്കോട്ടിൽ കൊടുക്കാൻ തുടങ്ങി പിന്നെ മോള് ഒന്നും കൂടി ഉഷാറാണ്. നമ്മൾ വിചാരിക്കുന്ന എന്തെന്ന് മോള് ഉഷാറാകുന്നത് പിന്നെ ബാക്കിയിൽ എന്തെങ്കിലും കാണാം. അപ്പോൾ ഈ സ്റ്റിറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ തടിക്കുമെന്നും പിന്നീടാണ് മനസ്സിലായില്ല. അപ്പോൾ ആ ഫോട്ടോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കുട്ടി ഒരു ചബ്ബി ഗേളായിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ പിന്നെ ന്യൂറോൻ്റെ പ്രശ്നത്തിന് ശ്രീകുമാർ ഡോക്ടറിനെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാറ് ജനറ്റിക് സ്റ്റഡീസിനെ കുറിച്ചിട്ടെല്ലാം സംസാരിക്കും. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നാളെ സംസാരിക്കാവുന്നതാണ്. ബൈ.